നമസ്കാരം. പ്രധാന വാർത്തകൾ. കാമുകനെ കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. അതിസമർത്ഥമായ കൊലപാതകം നടത്തിയ പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്. നിർവികാരയായി വിധി കേട്ട് ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ് ഷാരോണിന്റെ കുടുംബം. കോടതിക്ക് മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് തൂക്കുകയറില്ല. ജീവപര്യന്തം മാത്രം. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാകില്ലെന്ന് കോടതി. സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി നിർദ്ദേശം തള്ളി കുടുംബം. വിധിക്കെതിരെ അപ്പീൽ പോകും. അമേരിക്ക വീണ്ടും ട്രംപ് യുഗത്തിലേക്ക്. സത്യപ്രതിജ്ഞ രാത്രി 10:30. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ 100-ലേറെ ഉത്തരവുകളിൽ ഒപ്പുവച്ചേക്കും. യുക്രൈനെ കൈവിടുമോ എന്നതിലടക്കം ആകാംക്ഷയുടെ ലോകം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇന്നും അറസ്റ്റില്ല. CPM നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ്. നടന്നത് കോൺഗ്രസുകാരുടെ കുതിരക്കച്ചവടമെന്ന് CPM. കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. കഞ്ചിക്കോട്ടെ ബ്രൂവറി വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിൽ. ഒയാസിസ് കമ്പനി കേന്ദ്ര പട്ടികയിലുള്ളത് എത്തനോൾ നിർമ്മാണത്തിന് മാത്രമെന്ന് BJP. പ്ലാന്റ് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്ത്. നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF. ക്ഷേമ പെൻഷനിൽ ആശ്വാസ നടപടിയുമായി സർക്കാർ. വെള്ളിയാഴ്ച മുതൽ 2 ഗഡു ഒരുമിച്ച് നൽകും. 62 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. ഇനി ബാക്കി 3 മാസത്തെ പെൻഷൻ. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായി നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം കഠിന തടവും കോടതി വിധിച്ചു. അതിസമർത്ഥമായ രീതിയിൽ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് AM ബഷീർ വ്യക്തമാക്കി. കേരളത്തെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം കേൾക്കാൻ രാവിലെ മുതൽ തന്നെ കോടതി പരിസരം ജനനിബിഡമായിരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് 10:30 കനത്ത സുരക്ഷാ വലയത്തിൽ ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ചു. തൊട്ടുപിന്നാലെ ഷാരോൺ രാജിന്റെ മാതാപിതാക്കളും കോടതി പരിസരത്തെത്തി. 11 മണിക്ക് ജസ്റ്റിസ് AM ബഷീർ ചേംബറിൽ. കേസ് പരിഗണിച്ചതോടെ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും പ്രതിക്കൂട്ടിലേക്ക്. കോടതി മുറിക്കുള്ളിലേക്ക് വിധി കേൾക്കാൻ ഇരയുടെ മാതാപിതാക്കളെ കൂടി വിളിക്കാൻ ജഡ്ജിയുടെ നിർദ്ദേശം. തുടർന്ന് 48 സാഹചര്യ തെളിവുകളും 57 സാക്ഷിമൊഴികളും ഗ്രീഷ്മയെന്ന അതിസമർത്ഥയായ കുറ്റവാളിയെ എങ്ങനെ അഴിക്കുള്ളിലാക്കിയെന്ന ജഡ്ജിയുടെ നിരീക്ഷണം. പ്രതിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും ഷാരോൺ മർദ്ദിച്ചെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ തെളിവായി ലഭിച്ചെന്ന് കോടതി. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതിനു ശേഷവും ഷാരോണുമായുള്ള ബന്ധം രഹസ്യമായി ഗ്രീഷ്മ തുടർന്നു. 2022 നവംബറിൽ ഷാരോണിനൊപ്പം ഒളിച്ചോടാമെന്ന് വാക്ക് നൽകി. പ്രതിശ്രുത വരനുമായുള്ള ബന്ധം നിലനിൽക്കെ ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ജ്യൂസ് ചലഞ്ചിൽ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഗ്രീഷ്മ വിയോജിപ്പറിയിച്ചിട്ടും ജ്യൂസ് കുടിക്കുന്ന ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈൽ ഫോണിൽ പകർത്തിയത്. സ്ലോ പോയിസണിങ്ങിലൂടെ കാമുകനെ വകവരുത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഇത് നടക്കാതെ വന്നതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി അപായപ്പെടുത്താനുള്ള ശ്രമം പ്രതി തുടങ്ങിയത്. ബ്രൗസിംഗിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തപ്പോൾ കണ്ട അതേ വേദനയാണ് ആശുപത്രിയിൽ ഷാരോൺ അനുഭവിച്ചത്. ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ 11 ദിവസം മരണവേദനയാണ് യുവാവ് നേരിടേണ്ടി വന്നത്. പക്ഷേ പ്രണയത്തിനടിമയായ ഷാരോൺ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ സംശയനിഴലിൽ നിർത്തുന്ന ഒരു മൊഴിയും മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയില്ല. ലൈസോൾ കുടിച്ച് പ്രതി നടത്തിയ ആത്മഹത്യാ ശ്രമം ജീവൻ അപകടത്തിലാകില്ലെന്ന ബോധ്യത്തോടെ തന്നെയായിരുന്നു. അന്വേഷണം വഴിതിരിച്ചു വിടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് AM ബഷീർ
വിധി പ്രസ്താവിച്ചത്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷവും അന്വേഷണം വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങൾക്ക് 5 വർഷവും തടവ് വിധിച്ച കോടതി പ്രതിയുടെ കൊടും കുറ്റകൃത്യത്തിന് തൂക്കുകയർ തന്നെയാണ് അർഹിക്കുന്ന ശിക്ഷയെന്നും വിധിച്ചു. ഷാരോൺ രാജിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പരാമർശമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു വലിയ വിജയമായിട്ട് കാണുന്നു. കൂടാതെ ഇന്ന് വിധിന്യായത്തിൽ അവിടെ കോടതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞത് കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കേരള പോലീസിൽ അതിവിദഗ്ധമായിട്ട് എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണോ ഈ ക്രൈം ചെയ്തത്, പക്ഷേ അതിനേക്കാൾ അതിവൈദഗ്ധ്യത്തോടു കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരെ 3 വർഷം കഠിന തടവിന് വിധിച്ചത്. പ്രതിക്കൂട്ടിൽ നിസ്സംഗതയോടെയാണ് ഗ്രീഷ്മ വിധി പ്രസ്താവം കേട്ടത്. പക്ഷേ കോടതി മുറിക്ക് പുറത്ത് ഷാരോൺ രാജിന്റെ ബന്ധുക്കൾ വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു. പ്രണയമെന്ന സങ്കല്പം തന്നെ അപ്പാടെ കൊല ചെയ്യപ്പെട്ടെന്ന പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായി ശരിവെക്കുന്ന വിധി പ്രസ്താവം. സ്നേഹിക്കുന്നയാളെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നതെന്ന നിരീക്ഷണം. പ്രതിയുടെ പ്രായത്തേക്കാൾ ഇരയുടെ ജീവനാണ് വിലപ്പെട്ടതെന്ന സന്ദേശം കൂടിയാണ് കേരള സമൂഹത്തിന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന്റെ വിധി പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തെളിയിക്കാൻ ഏറെ പ്രയാസമുള്ള കേസിലാണ് ഷാരോൺ വധത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കിയത്. മുഖ്യപ്രതിക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി. വെട്ടുകത്തിയോ കമ്പിപ്പാരയോ തോക്കോ അങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ആയുധങ്ങളൊന്നുമില്ലാതെ നടത്തിയ കൊലപാതകം. പാമ്പിനെ കൊണ്ട് ഉത്തരയെ കടുപ്പിച്ചു കൊന്ന വഞ്ചനയുടെ മറ്റൊരു വശം. പാരാക്കൊറ്റ് എന്ന കളനാശിനി ഒരിക്കലും ശരീരത്തിൽ നിന്ന് കണ്ടെത്താനാവാത്ത വിധം നടത്തിയ അരുംകൊല. മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരവും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിലെ വഴിത്തിരിവ്. ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ റിജിൻ എന്ന സുഹൃത്തിനെ ഷാരോൺ ഒപ്പം കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടെന്ന റിജിന്റെ മൊഴി നിർണായകമായി. കളനാശിനിയുടെ സാന്നിധ്യം ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആന്തരിക അവയവങ്ങളിലോ പോലും ഉണ്ടായിരുന്നുമില്ല. ശരീരഭാഗങ്ങൾ അഴുകിപ്പോയതും 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയതുമാണ് തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. ഫോണുകൾ പരിശോധിച്ചതിലൂടെ ചില തെളിവുകൾ കിട്ടിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ കളനാശിനിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. പാരാക്കോറ്റ് കമ്പനിയുടെ ഒറീസയിലെ ഫാക്ടറി വരെ അന്വേഷണ സംഘം എത്തി. യൂട്യൂബിൽ തെരച്ചിൽ നടത്തിയത് പ്രതിക്ക് വിനയായി. പ്രതിശ്രുത വരനോടും കാമുകനോടും ഒരേ സമയം നടത്തിയ ഫോൺ കോളുകൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി. ജയിൽ വേണമോ വീട് വേണമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം. 1-ാം പ്രതിയുടെ അമ്മയും അമ്മാവനും സത്യങ്ങൾ പകൽ പോലെ വിളിച്ചു പറഞ്ഞു. 48 സാഹചര്യ തെളിവുകൾ, 95 സാക്ഷിമൊഴികൾ, 323 രേഖകൾ. ഇതിനെല്ലാം അപ്പുറം 1-ാം പ്രതി കൊണ്ടു നടന്ന ചെകുത്താന്റെ മനസ്സ്. ഒടുവിൽ ഗ്രീഷ്മയുടെ കഴുത്ത് തൂക്കുകയറിന് പാകമായി. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കൊൽക്കത്ത RG മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാനാകില്ലെന്ന് സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ജൂനിയർ ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതിക്ക് തൂക്കുകയറില്ല. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBI വാദം കോടതി അംഗീകരിച്ചില്ല. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാകില്ലെന്ന് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കുറ്റം തെളിഞ്ഞതിനാൽ പ്രതി സഞ്ജയ് റോയ് ജീവിതാന്ത്യം വരെ തടവിൽ കിടക്കണം. 50,000 രൂപ പിഴയും ഒടുക്കണം. പശ്ചിമ ബംഗാൾ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കുടുംബം അത് നിരസിച്ചു. നഷ്ടപരിഹാരമല്ല, നീതിയാണ് വേണ്ടതെന്ന് കുടുംബം ജഡ്ജിയോട് പറഞ്ഞു. ഇത് കോടതിയിൽ നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയിയുടെ വാദം കോടതി കേട്ടിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അപ്പോഴും സഞ്ജയ് റോയ് ആവർത്തിച്ചു. പ്രതിക്ക് മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. വിധി ഞെട്ടിച്ചതായും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു. വിധിയിൽ തൃപ്തിയില്ലെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. വധശിക്ഷ നൽകണമെന്ന് ആദ്യം മുതൽ ആവശ്യപ്പെടുന്നതാണെന്നും മമത പറഞ്ഞു. আমি সব বলতে পারবো না, কিন্তু আমি এখনো আপনিও লয়ার, আমিও অ্যাজ এ লয়ার আমি এই কথা বলছি যে আমি তো ডিটেইলস কাগজপত্র দেখিনি, বাট আই এম নট স্যাটিসফাইড. কারণ আমি ফাঁসি হলে অন্তত মনকে সান্ত্বনা দিতে পারতাম. കഴിഞ്ഞ
ഓഗസ്റ്റ് 9-നാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. നീതി ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം ആളിക്കത്തി. മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്കല്ല, കൊൽക്കത്തയിൽ ഡോക്ടറെ കൊന്ന പ്രതി സഞ്ജയ് റോയിക്കാണ് വധശിക്ഷ നൽകേണ്ടിയിരുന്നത് എന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ന്യൂസ് 18നോട് പറഞ്ഞു. അതായത് ജീവപര്യന്തം തടവെന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആണത്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസിലെ അത് റയറസ്റ്റ് അമംഗ് റയർ ആവുള്ളൂ. ഇത് നിർബന്ധമായിട്ടും അൺക്വസ്റ്റനബിളി, അതായത് സംശയാതീതമായിട്ട് തന്നെ ഇത് അപര്യാപ്തമാണ് തികച്ചും. അത് ആ ശിക്ഷ ആ കേസിനകത്ത് വധശിക്ഷ നിർബന്ധമായിട്ട് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഗ്രീഷ്മയുടെ കേസ് വരുമ്പോ, അതായത് ഷാരോൺ വധക്കേസ് വരുമ്പോ അതിനകത്ത് യഥാർത്ഥത്തിൽ റയറസ്റ്റ് അമംഗ് റയർ ആവാൻ ഞാൻ ഒന്നും കാണുന്നില്ല. അതിനകത്ത് ഒന്നുമില്ല. എല്ലാവരും പറയും അത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, അത് അങ്ങോട്ട് വന്ന് എനിക്ക് അങ്ങനെ വേണം എന്ന് ആദ്യം അങ്ങ് പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, 24 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, അതിനെ ഒരു കോർണറിൽ കൊണ്ടുപോയി നിർത്തിയേക്കുക, അതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അങ്ങനെ വന്നപ്പോ അത് വിഷം കലക്കി കൊടുത്തു. വിഷം അത് കലക്കി കുടിക്കാൻ പറ്റുന്നും അതിൽ നിന്ന് അവൻ ചോദിച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തു ഒക്കെ പറയുന്നത് എത്രത്തോളം ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ട്രംപ് കാലം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും. Congratulations, Mr. President. പറഞ്ഞ വാക്കു പാലിച്ച് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കി. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇതിനു മുന്നോടിയായി സ്ഥാനമേൽക്കും മുമ്പേ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇലോൺ മസ്ക് മുതൽ ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണൻ വരെ ടീമിൽ. അമേരിക്കയിൽ അതിശൈത്യം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുറന്ന വേദിയിൽ നിന്നും ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലേക്ക് മാറ്റി. 1985-ൽ റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യമായാണ് ചടങ്ങുകൾ ഹാളിനുള്ളിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിനൊപ്പം ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 വർഷത്തേക്കുള്ള ഭരണ പദ്ധതി ട്രംപ് വിശദീകരിക്കും. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പ്രാർത്ഥനയോടെയാവും ചടങ്ങുകൾ സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രതീക്ഷയിലും ജാഗ്രതയിലും ആശങ്കയിലുമാണ് ലോകം. ട്രംപിന്റെ പ്രവചിക്കാനാകാത്ത നീക്കങ്ങളാണ് ഇതിന് കാരണം. 50% ഓഹരി പങ്കാളിത്തം അമേരിക്കയ്ക്ക് നൽകാമെന്ന വ്യവസ്ഥയിൽ ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തനാനുമതി പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ട്രംപ് സ്ഥാനമേൽക്കുന്നത്. അധികാരമേൽക്കുന്നതിന് പിന്നാലെ 100-ലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന. We're going to make our country greater than ever before. Hello, Washington, and hello, America. We're all over America. I'm thrilled to be back with so many friends, supporters, and true American patriots on the eve of taking back our country. That's what we're going to do, take back. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. തീവ്രദേശീയതയാണ് നയം. അയൽരാജ്യമായ കാനഡയടക്കം ആശങ്കയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെയാണെന്ന് പറയാം.
അധികാരമേൽക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സുപ്രധാന ഉത്തരവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. കുടിയേറ്റം, വിദേശനയം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നു. കുടിയേറ്റ നയത്തിൽ കടുത്ത മാറ്റമുണ്ടായേക്കുമെന്ന ആശങ്ക ശക്തമാണ്. അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കും മുൻപ് രാജ്യത്തെ അധിനിവേശം നിലച്ചിരിക്കും എന്നാണ് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തും, ജന്മാവകാശ പൗരത്വം നിർത്തലാക്കും. താൻ അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് തുടക്കമാകുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. For the next 4 years, I will fight for you every single day. We're going to be fighting for you. We will expel every single illegal alien, gang member, and migrant criminal operating on American soil. അധികാരമേറ്റെടുക്കും മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അത് പാലിച്ചു. Everybody in this very large arena will be very happy with my decision on the J6 hostages. അധികാരമേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്കിലാണ് ഇനി പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ആഭ്യന്തര ഇന്ധന ഖനനം കൂട്ടാനും ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി നികുതി കൂട്ടാനുമുള്ള തീരുമാനങ്ങളും ഉടൻ വന്നേക്കുമെന്ന് കരുതുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 35%, മറ്റ് 2 രാജ്യങ്ങൾക്ക് 25% നികുതി ചുമത്തിയേക്കും. വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബൈഡന്റെ നയം തിരുത്തി എണ്ണ ഖനനം കൂട്ടാനുള്ള തീരുമാനവും ഉണ്ടായേക്കും. പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് പ്രകൃതി സ്നേഹികൾ കാണുന്നത്. ഗർഭഛിദ്ര നിരോധനം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങളിലെ നിയന്ത്രണം തുടങ്ങിയ ട്രംപിന്റെ നയങ്ങളിലും വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണ ട്രംപിനെ തോൽപ്പിച്ച ജോ ബൈഡൻ അധികാരമേറ്റ ദിവസം തന്നെ ഒപ്പിട്ട 9 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ 6 ട്രംപിന്റെ നയങ്ങൾ തിരുത്തുന്നതായിരുന്നു. അതിൽ ബൈഡന് ശക്തമായ തിരിച്ചടി ട്രംപ് നൽകാനുള്ള സാധ്യത തള്ളാനാവില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതു ജയന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. പ്രതി ഋതു ജയനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഋതുവിന്റെ വീട് ആക്രമിച്ചത്. വീടിന്റെ ജനൽ ചില്ലുകളും സിറ്റൌട്ടിന്റെ ഒരു ഭാഗവുമാണ് തകർത്തത്. ഋതു പോലീസ് പിടിയിലായതോടെ അച്ഛനും അമ്മയും ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നതിനാൽ ആക്രമണം നടക്കുമ്പോൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഋതുവിന്റെ സുഹൃത്തായ ഗോവിന്ദ്, ഋതുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ സുഹൃത്ത് ജിബിൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിക്കെതിരെ ജനരോക്ഷം ശക്തമായതിനാൽ ആക്രമണത്തിന് പിന്നാലെ ഋതുവിന്റെ വീട്ടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് ഋതു അതിദാരുണമായി കൊലപ്പെടുത്തിയത്. പരിക്കേറ്റ ജിതിൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്തി ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18, കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ ഭർത്താവ് പിടിയിൽ. അബ്ദുൾ വാഹിദാണ് പിടിയിലായത്. കണ്ണൂർ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം പിടികൂടിയ പ്രതിയെ കൊണ്ടോട്ടി പോലീസിന് കൈമാറും. കണ്ണൂരിൽ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തയ്യിൽ സ്വദേശി ശരണ്യയാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുത്തതിനു ശേഷമാണ് ആത്മഹത്യാ ശ്രമം. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യയുടെ ആത്മഹത്യാ ശ്രമം. 2020 ഫെബ്രുവരി 17-നായിരുന്നു കൊലപാതകം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 24-നായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കുട്ടി ജനിച്ചത്. കുഞ്ഞ് ജനിച്ച് 2-ാം ദിവസം കുത്തിവെപ്പ് എടുത്തിരുന്നു. അന്നു മുതൽ കുഞ്ഞ് നിർത്താതെ കരയുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തതായി മാതാപിതാക്കൾ പറയുന്നു. കുഞ്ഞിന് വാക്സിനേഷൻ എടുത്ത ഭാഗത്ത് കുരുപോലെ വന്ന് പഴുക്കാനും തുടങ്ങിയിരുന്നു. പിന്നീട് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ തുടയിൽ നിന്ന് 3 സെന്റിമീറ്റർ നീളമുള്ള സൂചി കഷ്ണം കണ്ടെത്തിയത്. തുടയിൽ പഴുപ്പും ബാധിച്ചു തുടങ്ങിയിരുന്നു. ഡോക്ടർ അതിന് വലിയ ഇഞ്ചക്ഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല,
പറഞ്ഞിട്ട് അതിനൊരു ആൻറ്റിബയോട്ടിക്കും തന്ന് പറഞ്ഞു വിട്ടതാണ്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് കാണിച്ചു. എന്നിട്ടും വലിയ കുറവില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പയ്യന്നൂരിലൊരു ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടർ ഈ പഴുപ്പ് കണ്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്താണ് അതിന് സൂചി കണ്ടെത്തിയത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവെപ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി പെരിങ്ങോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തുടർന്നാണ് കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ 4 അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗോപന്റെ കാലിൽ പ്രമേഹത്തെ തുടർന്നുള്ള 2 മുറിവുകൾ ഉണ്ടായിരുന്നു. ഹൃദയ വാൽവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവിക മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയിട്ടില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്നുണ്ടായതെന്നാണ് നിഗമനം. ഹൃദയവാൽവിൽ 2 ബ്ലോക്കുകൾ കണ്ടെത്തി. ഇത് മരണകാരണമായോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ദീർഘനാളായി കിടപ്പിലായിരുന്നു ഗോപൻ. ഇതിന്റെ ഭാഗമായി ചെറിയ മുറിവുകളും കരിവാളിപ്പും ശരീരത്തിലുണ്ടായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തെളിയിക്കാനുള്ള വിവരങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിലില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണത്തിൽ വ്യക്തതയുണ്ടാവൂ. ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുത്തേക്കും. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനുശേഷം മാത്രമാകും തയ്യാറാക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജൻ ആശ്വാസം സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി തള്ളി. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലാണ് തള്ളിയത്. സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും നടപടികളിൽ വീഴ്ചയില്ലെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക്. ബുധനാഴ്ച അധ്യാപകരും ജീവനക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിന് ഡയസ്നോൺ ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ്. പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കും. അവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെ അവധി നൽകരുതെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് സംരക്ഷണം നൽകും. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകളാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലും സൂചനാ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP S. ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. റഷ്യയിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെയും പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി. യുവാക്കളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. UDF ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേർന്നാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. BJP അംഗങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ യോജിക്കാനും വിയോജിക്കാനും ഇല്ലെന്നായിരുന്നു LDF അംഗങ്ങളുടെ പ്രതികരണം. എത്തനോൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയുടെ മറവിലാണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതെന്ന ആരോപണവുമായി BJP. കമ്പനിക്ക് ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കാൻ ആദ്യഘട്ടത്തിൽ നൽകിയ അനുമതി ഇതിന്റെ തെളിവാണ്. എക്സൈസ് മന്ത്രി MB രാജേഷ് കമ്പനിയുടെ അംബാസഡറായി പ്രവർത്തിക്കുകയാണ്. ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമൂറ്റുന്ന കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരം തുടങ്ങുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എത്തനോൾ പ്ലാന്റിനാണ്. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിന്റെ ഓർഡർ നിങ്ങൾ പരിശോധിക്കണം. 1ാം ഘട്ടത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റാ പറയുന്നത്. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കാനാണ് ഓയസിസ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. എത്തനോളിന്റെയും അതുപോലെ തന്നെ ENAയുടെയും മറവിൽ ഈ ഓയസിസ് കമ്പനിക്ക് വിദേശ മദ്യം നിർമ്മിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ശ്രീ MB രാജേഷും സംസ്ഥാന സർക്കാരും ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ആരോപിക്കുക. ഈ പ്ലാന്റ് ആ എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് നടപടി വൈകുന്നു. തട്ടിക്കൊണ്ടുപോകലിലും തുടർന്നുണ്ടായ സംഘർഷത്തിലുമായി 4 കേസുകൾ എടുത്തെങ്കിലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. CPM പാർട്ടി ഏരിയ സെക്രട്ടറി രതീഷും പിറവം MLA അനൂപ് ജേക്കബും ഉൾപ്പെടെ 150ഓളം പേർ കേസിൽ പ്രതികളാണ്.
പോലീസ് CPM നേതാക്കളെ സംരക്ഷിക്കുന്നതായി കോൺഗ്രസ് വിമർശിച്ചു. MLA-മാരായ അനൂപ് ജേക്കബിന്റെയും മാത്യു കുഴൽനാടന്റെയും നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് കൂത്താട്ടുകുളത്ത് എന്നാണ് CPM-ന്റെ ആരോപണം. അതേസമയം സംഭവത്തിൽ കൗൺസിലർ ലളിത രാജുവിന്റെ രഹസ്യമൊഴി നാളെ കോടതി രേഖപ്പെടുത്തും. കലോത്സവ റിപ്പോർട്ടിംഗിനിടയിലെ ദ്വയാർത്ഥ പ്രയോഗ കേസിൽ ഡോക്ടർ അരുൺകുമാറിന് മുൻകൂർ ജാമ്യം. കേസിൽ സർക്കാരിനെയും പോലീസിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും ഇല്ലാത്ത പരാതി സർക്കാരിന് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,390 രൂപ, പവന് 59,120 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളത്തിൽ MS ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.